ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഫ്ലോറിലേക്ക് പഞ്ചസാര പൊടിച്ചതും കുറച്ച് സാൾട്ടും ബേക്കിംഗ് പൗഡറും ചേർത്ത് മിക്സ് ചെയ്യണം. ഫ്ലേവറിനായിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെയും ലെമണിൻ്റെയും സെസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചും ലെമണും കഴുകി തുടച്ചിട്ട് അതിൻ്റെ പുറന്തോട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് 2 എഗ്ഗും വാനില എസൻസും കൂടിയാണ്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ആൽമണ്ട്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസ് ഈ ഓർഡറിൽ മിക്സ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമുക്കിതെല്ലാം കൂടി ഇതുപോലെ ഒരു ഡോ ആയി കിട്ടണമെന്നേ ഉള്ളൂ. ഇനി ഇതിനെ 2 പാർട്ടാക്കി മാറ്റാം. എന്നിട്ട് ഓരോ പാർട്ടും ഇതുപോലെ ഒരു ലോഫ് ആക്കിയാണ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ളത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മിനിറ്റാണ് നമ്മൾ ആദ്യം തന്നെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 20 മിനിറ്റ് ഇത് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കണം. ബിസ്കോട്ടി മീൻസ് ട്വൈസ് ബേക്ക്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സ്ലൈസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ബേക്ക് ചെയ്തെടുക്കണം. ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ളത്. അതിൽ 10 മിനിറ്റ്സ് കഴിയുമ്പോൾ എല്ലാ ബിസ്കോട്ടിയും തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടി 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ബിസ്കോട്ടി റെഡി. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂട് കോഫിയുടെ കൂടെയോ ടീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. വൈനിൻ്റെ കൂടെയും ഇതൊരു നല്ല കോമ്പിനേഷൻ ആണെന്നാണ് ഇറ്റാലിയൻസ് പറയുന്നത്. 2 പ്രാവശ്യം ബേക്ക് ചെയ്യണമെന്നതൊഴിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കി റിവ്യൂ അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്